ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ചക്ക അടയുടെ റെസിപ്പിയായിട്ടാണ്. ചക്കയുടെ സീസൺ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ പഴുത്ത ചക്ക കിട്ടും. അതുപോലെ എനിക്ക് കുറച്ച് പഴുത്ത ചക്ക കിട്ടിയ സമയത്ത് ചെയ്തതാണ്. നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനതിന് വേണ്ടിയിട്ട് ഒരു 25 ചുള ചക്ക എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത വരിക്ക ചക്കയാണ്. അപ്പോൾ അതൊന്ന് കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ ഇതുപോലെ എടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു വിസിലിന് വേവിച്ചെടുക്കണം. ഇത് വേവുന്ന സമയം തന്നെ ഒരു 3 ആണി ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ചക്ക വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളമൊന്നും വേറെ ചേർക്കണ്ട, ഇതിലുള്ള വെള്ളത്തോട് കൂടിയാണ് ഞാൻ അരച്ചത്. ഇനി ഈ അരച്ച കൂട്ട് ഒരു പാനിലേക്ക് ഒഴിച്ച് നമുക്ക് ചൂടാക്കിയെടുക്കണം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സാക്കി എടുക്കണം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അത് വിട്ടുപോയതാണ് വീഡിയോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പത്തിരിപ്പൊടി, അതായത് വറുത്ത അരിപ്പൊടിയും 1/4 കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് മിക്സാക്കി എടുക്കണം. മാവിനൽപ്പം കട്ടി കുറവ് തോന്നിയപ്പോൾ ഞാൻ 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്, 1/4 കപ്പ് കൂടാതെ. ഇത് നന്നായി വെന്ത് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് കറുവപ്പട്ടയുടെ ഇലയിലാണ്, നിങ്ങൾക്ക് വാഴയിലയിലും ചെയ്യാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് ഇലയിലിട്ടെടുക്കുന്നത് നല്ലത്. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം കുറച്ചെടുത്ത് ഇതുപോലെ ഒന്ന് ഇലയിലാക്കിയതിന് ശേഷം ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്താൽ മതി. കുമ്പിളപ്പം പോലെ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാ മാവും തീരുന്നവരെ ഇലയിൽ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ആവിച്ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഓരോ അപ്പത്തിൻ്റെതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറക്കണ സമയത്ത് ഭയങ്കര സ്മെല്ലാണ്. ചക്കയുടെയും അതുപോലെ കറുവപ്പട്ടയുടെ ഇലയുടെയും ഒക്കെ ഒരു സ്മെല്ല് വരും. നമ്മുടെ ചക്ക അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ചക്ക അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 മണിയുടെ സമയത്തൊക്കെ നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.